सभी दोस्तों को VRDG हिंदी क्लासेस की एक नई कक्षा में स्वागत है। दोस्तों, आज हम 11वीं कक्षा की एक छोटी कविता पढ़ेगी। कविता का नाम है कहना नहीं आता। कहना नहीं आता एक हिंदी के समकालीन युवा कवि पवन करण जी की एक छोटी कविता है। इस कविता में कवि ने भारतीय समाज के निम्न स्तर के लोगों के बारे में बताया गया है। कवि का कहना है, हमारे निम्न स्तर के लोगों को समाज के शक्तिशाली लोगों ने कहने का अवसर नहीं देते हैं। इसलिए कवि उन लोगों से कहते हैं, पहले आप लोग कहना सीखो, आपके बारे में कहना सीखो। कवि ऐसा कहते हैं, इस तरह हमारी ज़िंदगी में या हमारी सामाजिक जीवन में निम्न स्तर के लोगों को समाज की व्यवस्था में जो कठिन या दुखपूर्ण कार्य होते हैं, इससे पहले वो लोग समाज में कहना चाहिए। ऐसे कहने के पहले आप दूसरों के बारे में कहने के पहले आप स्वयं अपने बारे में कहना सीखो। कभी कहते हैं, मैं भी ऐसे हैं, समाज में होने वाले बातों पर अब दूसरों से कहना चाहिए। आइए दोस्तों, हम पढ़ेंगे। कविता का नाम है कहना नहीं आता। ध्यान दें, तुम्हें कहना नहीं आता, कहने क्यों चले आए, पहले कहना सीखो। कवि कहते हैं, तुम्हें कहना नहीं आता. കവി പറയുകയാണ്, തുമേ കഹിന നഹി മാത, നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ലയോ. കഹനെ ക്യോം ചലേ ആയേ, പിന്നെ എന്തിനാണ് പറയുന്നത്. പെഹലെ കഹന സീക്കോ, ആദ്യം നിങ്ങൾ പറയാൻ പഠിക്കൂ. നിങ്ങളുടെ വിഷമവും ദുഃഖവും മറ്റും പ്രശ്നങ്ങളും, അതായത് സമൂഹത്തിൽ എന്തെല്ലാം തരത്തിലുള്ള അനീതികളും അക്രമങ്ങളുമാണ് താഴെത്തട്ടിലുള്ള ജനങ്ങൾ നേരിടുന്നത്, അത് മറ്റുള്ള സമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, സ്വയം പറയുക. ഫിർ അപ്പിനി ബാത്ത് കഹന, ആദ്യം ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ പറ്റി പറയുക. നിങ്ങൾക്ക് സമൂഹത്തിൽ അനുഭവപ്പെടുന്ന കാര്യങ്ങൾ, അതായത് നിമ്ന സ്തരക്കെ ലോഗോं को समाज में जो कठिन या दुखपूर्ण कार्य होते हैं, उसके बारे में कहना चाहिए. इसलिए कवि कहते हैं, पहले कहना सीखो. इसलिए आप लोग कहना सीखो, फिर अपनी बात कहना. फिर പിന്നെ अपनी बात कहना, നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ പറയുക. जिसके पास कहने को है, जो कहना चाहते हैं. जिसके पास, ആരുടെ അടുത്താണ് പറയാനുള്ളത്. ആദ്യം ജോ കഹന ചാഹത്തെ ഹെ, എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ജിനെ കഹന നഹി മാത്ത, ആർക്കാണ് പറയാൻ സാധിക്കാത്തത്. മെയ് മുൻമേം സേ ഏക് ഹും, ഞാനും അവരിൽ ഒരാളാണ്. ഇങ്ങനെ പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ സാധിക്കുന്നില്ല. അതായത് സമൂഹത്തിലെ പാവപ്പെട്ടവർ, അതായത് മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു വർഗക്കാർ, അവർ സമൂഹത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട്. അവർക്ക് മറ്റുള്ളവരടുത്ത് പറയണമെന്നുണ്ട്, എന്നാൽ അവർക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ കവി പറയുകയാണ്, ഞാനും നിങ്ങളിൽ ഒരാളാണ്. ഏക് ബാർ ദേഖോ ദോസ്തോ, തുമേ കഹന നഹി മാത, നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ലയോ. കഹനെ ക്യോം ചലേ ആയേ, പിന്നെ എന്തിനാണ് പറയാൻ പോയത്. പെഹലെ കഹന സീക്കോ, ആദ്യം പറയാൻ പഠിക്കുക. സീക്കോ, പഠിക്കുക. ഫിർ അപ്പനി ബാത്ത് കഹന, പിന്നെ നിങ്ങളെപ്പറ്റി പറയുക. പറയാൻ പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെപ്പറ്റി പറയുക. ജിൻകെ പാസ് കഹനെ കോ ഹേ, ആരുടെ അടുത്താണ് പറയാനുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. ജോ കഹന ചാഹത്തെ ഹെ, എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ചാഹ് ആഗ്രഹം. ജിനെ കഹന നഹി മാത്ത, എന്താണ് പറയാൻ പറ്റാത്തത്. മെയും ഉൻ മെയിം സേ ഏക് ഹും,
ഞാനും അതുപോലത്തെ ഒരാളാണ് എന്ന് കവി പറയുകയാണ്. അപ്പോൾ പറയണമെന്നുണ്ട്, ജോ കുച്ച് കഹനാ ചാഹത്തെ ഹെ മഗർ കഹ് നഹീം സക്ത ക്യോങ്കി मन के अंदर में किसी प्रकार की डर है. अगर मैं कहे तो मेरी ज़िंदगी में किसी न किसी कार्य हो गए तो क्या करे. इसलिए कहना नहीं माता. समाज के निम्न स्तर के यानी कि हाशिए में रहने वाले गरीब लोगों को अपनी ज़िंदगी में होने वाली समस्याओं के प्रति दूसरों से कहने का अवसर हमारे समाज के उन स्तर के यानी ऊंचे स्तर के लोग उसे अवसर नहीं देते हैं. इसलिए वो लोग जो कहना चाहते हैं उसे अपने मन में रखते हैं. इसलिए कवि उन लोगों से कहते हैं, पहले आप कहना सीखो फिर अपने बारे में बताना. कवि भी कहते हैं, मैं भी ऐसा एक व्यक्ति हूँ, मैं उनमें से एक हूँ. तुम्हें कहना नहीं माता, कहने क्यों चले आए, पहले कहना सीखो. നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ല, കഹന ക്യോം ചലേ ആയേ, പറയാനുള്ളത് എന്താണ് വരുന്നത്, പറയാൻ എന്താണ് പോകുന്നത്. പെഹലെ കഹന സീഖോ, ആദ്യം പറയാൻ പഠിക്കുക. ഫിർ അപ്നി ബാത്ത് കഹന, പിന്നെ നിങ്ങളെപ്പറ്റി പറയണം. ജിൻകെ പാസ് കഹനെ കോ ഹേ, ആരുടെ അടുത്താണ് ആർക്കാണ് പറയാനുള്ളത്. ജോ കഹന ചാഹത്തെ ഹേ, എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ജിനേം കഹന നഹി മാത്ത, അവൻ പറയാൻ സാധിക്കുന്നില്ലയോ. മെയിം ഉന്മേം സേ ഏകഹും, ഞാനും അതുപോലെയാണ്. അപ്പോൾ കൂട്ടുകാരെ, ഈ കവിതയിൽ പവൻ കരൺ പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങളാണ്. അതായത് ഉപേക്ഷിക്കപ്പെട്ട निम्न के लोगों के प्रति सहानुभूति प्रकट करते हुए कवि एक कहते हैं, उन लोगों को कहने के लिए अपने मन में जो कुछ है लेकिन कहना नहीं आता. इसलिए कवि उन लोगों से कहते हैं, पहला कहना सीखो फिर अपने बारे में बताना. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ കവിത ചെറിയൊരു കവിതയാണ്. ആ കവിത മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഏവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടും. ഏവർക്കും നന്ദി.